നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത് പുന്നത്തൂർ കോട്ടയിലാണ് കേട്ടോ. അതായത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ മാറി കോട്ടപ്പടി എന്നുള്ള സ്ഥലത്താണ് പുന്നത്തൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുന്നത്തൂർ കോട്ടകൾ നമുക്ക് സുപരിചിതം ആനക്കോട്ട എന്ന് പറയുമ്പോഴാണ് കേട്ടോ. മറ്റു പല കോട്ടകളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ആനക്കോട്ടയുടെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ഗജവീരന്മാരുടെ നടുക്കാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഒരു എലിഫന്റ് സാങ്ച്വറിയിലേക്ക് വന്ന ഫീലാണ് നമുക്കിപ്പോൾ ഉള്ളത് കേട്ടോ. ആനയുടെ ഇഷ്ടവിഭവമാണ് പനമ്പട്ട. പനമ്പട്ട മാത്രമല്ല കേട്ടോ ആന കഴിക്കുന്നത്. വാഴപ്പിണ്ടി, തീറ്റപ്പുല്ല്, അവല് നനച്ചത്, ചോറുരുള, ഇതൊക്കെയാണ് ആനയുടെ മറ്റ് വിഭവങ്ങൾ. പനമ്പട്ടകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തൊരു ത്രാസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പനമ്പട്ടകളൊക്കെ ഈ ത്രാസിൽ വെച്ച് തൂക്കി കൊടുത്തിട്ടാണ് ആനയ്ക്ക് കൊടുക്കുന്നത്. അതായത് ആനയുടെ ഉയരം, സൈസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പനമ്പട്ട ഓരോ ആനയ്ക്കും അലോട്ട് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ യാത്രക്കാർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. എസ്പെഷ്യലി എല്ലാ ആനപ്രേമികൾക്കും നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ആനത്തൊട്ടിൽ. അതായത് നമ്മുടെ നടയിരുത്തിയ ആനകളെ മെരുക്കിയെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആനത്തൊട്ടിൽ. കണ്ടോ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ഒറ്റക്കൊമ്പനാണ് കേട്ടോ. ഒറ്റക്കൊമ്പനാന്ന് വെച്ചിട്ട് വിലയിരുത്തൊന്നും വേണ്ട. പൂരത്തിന് എങ്ങനെയാണ് ആളെ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ നല്ലൊരു കൊമ്പൊക്കെ കയറ്റി ഇതൊരു ഒറ്റക്കൊമ്പനാന്ന് അറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഗജവീരനായിട്ടാണ് ഇവൻ പുറത്തു വരുന്നത്. ഗോപിപ്പൊട്ടൊക്കെ തൊട്ട് സുന്ദരനായിട്ടാട്ടോ നമ്മുടെ ആശാൻ നിൽക്കുന്നത്. ഫോട്ടോയ്ക്കൊക്കെ ഒരുവിധ എല്ലാ ആനകളും നല്ല രീതിയിൽ നിന്ന് തരുന്നുണ്ട്. ഒരു സുന്ദരി പിടിയാനനെ കണ്ടോ? ആനയുടെ തലയിലും മേലൊക്കെ ആകെ മണ്ണ് വാരി എറിഞ്ഞേക്കാട്ടോ കുറുമ്പി. അത് കുറുമ്പ് കൊണ്ടല്ല, ചൂടിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ മണ്ണ് വാരി എറിയുന്നത്. നമ്മൾ ആനക്കോട്ടയിൽ എത്തിക്കുന്ന ഒരു സൺഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുള്ളി ക്രൗഡഡ് ആണെന്ന് തന്നെ പറയാം നമുക്ക്. എനിക്കിവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ ആനയുടെ പേരുള്ള മാല ആനകൾ തൂക്കിയിട്ടിട്ടില്ല കേട്ടോ. അവരെങ്ങനെയാണ് അവരുടെ ഒരു വാസസ്ഥലത്ത് ഫ്രീഡത്തോടു കൂടി നിൽക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാ ആനകളെയും അവിടെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ കാണുന്ന ഈ കൊമ്പനുണ്ടല്ലോ കുറച്ച് പ്രശ്നക്കാരനാണ്. അതായത് മതപ്പാടുള്ള ആനകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. പുന്നത്തൂർ കോട്ടയുടെ ഹിസ്റ്ററിയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കിയാലോ. പുന്നത്തൂർ രാജാക്കന്മാരുടെ സ്വത്തായിരുന്ന ഈ ഭൂമി 1975 കേട്ടോ രാജവാഴ്ചയൊക്കെ മാറിയതിനു ശേഷം ക്ഷേത്ര ഭരണാധികാരികൾ ഏറ്റെടുക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ ആനകളെ നടയിരുത്തുക എന്ന ചടങ്ങുണ്ട്. ഒത്തിരി അധികം ആനകളായപ്പോൾ ക്ഷേത്രസമിതിയെ സംബന്ധിച്ച് ഈ ആനകളെ മാറ്റി പാർപ്പിക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടായി. 12 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മുടെ ഈ ആനക്കോട്ട. അതുകൊണ്ട് തന്നെ ആനകളെ മാറ്റി പാർപ്പിക്കാൻ ക്ഷേത്രസമിതി മറ്റൊരു സ്ഥലം നോക്കിയിട്ടില്ല. നമ്മുടെ ഈ ആനക്കോട്ടയിൽ വന്നപ്പോൾ ഓരോ ഗജവീരന്മാരെയൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ ഓടി വന്നൊരു രൂപമുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, നമുക്ക് അവിടെ പോയി നോക്കാം. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ പല പ്രധാന ഭാഗങ്ങളും നമ്മുടെ ഈ പുന്നത്തൂർ കോട്ടയിൽ വെച്ചിട്ടാണ് കേട്ടോ ചിത്രീകരിച്ചിരിക്കുന്നത്. മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പുന്നത്തൂർ കോട്ട ഇപ്പോൾ ആർക്കും നിലവിൽ തുറന്നു കൊടുക്കുന്നില്ല കേട്ടോ. ശിവനും ഭഗവതിയുമാണ് ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഇപ്പോഴും നിലവിൽ പൂജകളും ആചാരങ്ങളും അനുഷ്ഠിച്ചു പോരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് കേട്ടോ നമ്മുടെ സന്ദർശകർക്കായിട്ട് പുന്നത്തൂർ കോട്ട തുറന്നു കൊടുത്തിരിക്കുന്നത്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് നിലവിൽ ഇവിടെ ചാർജ് ചെയ്യുന്നത്. മൊബൈൽ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 25 രൂപയും എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിന് മുമ്പിലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ മനസ്സിൽ വന്ന രൂപ ആരുടെയാണെന്ന്. അതെ, നമ്മുടെ സ്വന്തം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ രൂപമാണ് എൻ്റെ മനസ്സിൽ വന്നത് കേട്ടോ. രാമനുള്ള സ്ഥലമൊക്കെ ഞാൻ ചെന്ന് കണ്ടു, പക്ഷെ അവിടെ രാമനില്ല കേട്ടോ. പകരം ഏതോ 1-2 ആനകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇനി എപ്പോഴും നമുക്ക് രാമനെ കാണുകയാണെങ്കിൽ നമുക്ക് രാമൻ്റെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ ഇതിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഓരോ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓരോ കൊച്ചു കൊച്ചു യാത്രകളാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അതിലെ യാത്രക്കാരും. സോ എല്ലാ യാത്രക്കാരും അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ദിസ് ഈസ് സൈനിങ് ഓഫ് ബ്രൈറ്റ ഫ്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.